السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم ألهمنا وراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി, അവൻ്റെ പ്രവാചകനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങളും അധ്വാനങ്ങളും ഒക്കെ നമ്മളിൽ നിന്നും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കാനുള്ള ശ്രമത്തിൽ ഏകദേശം 3ഓളം ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. അള്ളാഹു നമ്മളിൽ നിന്ന് പറഞ്ഞതും കേട്ടതും ഒക്കെ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നബിയുടെ ജനനത്തിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിൽ ലോകം മുഴുവനും ശ്രദ്ധിച്ച, ലോകത്ത് മുഴുവനും പ്രസിദ്ധി ആർജിച്ച ഒരു മഹാസംഭവത്തിൻ്റെ തുടക്കഭാഗമാണ് നമ്മൾ പറഞ്ഞത്. അത് അബ്രഹത്തും സൈന്യവും അവൻ്റെ സംഘവും കഅബയെ തകർക്കാൻ വേണ്ടി വന്നതും മക്കയെ ആക്രമിക്കാൻ വേണ്ടി വന്നതും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കുല്ലൈസ് എന്ന പേരിൽ ഒരു വലിയ ഒരു മന്ദിരം അവൻ അവിടെ പണിതു യമനിൽ. കുല്ലൈസ് എന്ന പേര് വരാൻ കാരണം തന്നെ ഉയർന്നത് എന്നർത്ഥമുള്ളത് അതിൻ്റെ ഉയരത്തിൻ്റെ പേരിലായിരുന്നു. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ അതിനെ നോക്കേണ്ടി വന്നാൽ തലപൊക്കി നോക്കിയിട്ട് അയാളുടെ തലയിൽ അഥവാ തൊപ്പി ഉണ്ടെങ്കിൽ ആ തൊപ്പി താഴെ വീണു പോകുന്ന തരത്തിൽ അത്രയും കലൻസുവത്ത് നിന്നാണ് തൊപ്പിക്ക് പറയാം. അപ്പോൾ അത്രയും ഉയരത്തിലായിരുന്നു ഈ കുല്ലൈസിവം പണിതത്. നമ്മൾ പറഞ്ഞു അന്നത്തെ അത്യാധുനിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രൗഢമായ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു മന്ദിരമായിരുന്നു കുല്ലൈസ്. അപ്പോൾ ആ കുല്ലൈസ് അവൻ പണിതു, അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അറബികൾ പോയി അതിനെ വൃത്തികേടാക്കി, മോശമാക്കി. അതിൽ അവന് ദേഷ്യം വന്നു. അബ്സീനയിലെ രാജാവിന് കത്തെഴുതി. രാജാവ് ആനകളെ അയച്ചു കൊടുത്തു. അതിൽ രാജാവിൻ്റെ സ്വന്തം ആനയും ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മഹ്മൂദ് എന്നായിരുന്നു. ആ സ്വന്തം ആന അന്ന് ആരും കണ്ടിട്ടില്ലാത്ത ഭയങ്കര ശരീരപ്രകൃതിയുള്ള ഒരു ഭീകരത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഭയങ്കര ഒരു ആനയായിരുന്നു അത്. അങ്ങനെ ഏകദേശം 13ഓളം ആനകളെയും കൂട്ടിയിട്ട് 40,000 വരുന്ന സൈന്യവുമായിട്ട് അബ്രഹത്ത് കഅബയെ തകർക്കാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഈ യാത്രയിൽ 2 പേര് അവനെ തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആദ്യത്തെ ആൾ ദൂനഫർ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ യമനിൻ്റെ അകത്ത് വെച്ച് തന്നെ യമനിലുള്ള അറബി കബീലകളൊക്കെ കൂട്ടിയിട്ട് അബ്രഹത്തിനെ തടയാൻ വേണ്ടിയിട്ടൊരു സൈനിക പോരാട്ടം നടത്തുന്നുണ്ട്, സൈനിക നീക്കം നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, മൊത്തത്തിൽ അറബികൾക്കിടയിൽ വലിയ മഹത്വമുള്ളതാണ് കഅബ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളാൽ പണിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനമായി അവരുടെ മനസ്സിൽ വലിയ ബഹുമാനത്തോടുകൂടി അവർ കൊണ്ടു നടക്കുന്ന ഭവനമാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൂനഫർ യമനിൽ തന്നെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അറബി കബീലകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അബ്രഹത്തിൻ്റെ സൈന്യത്തിനെതിരെ പോരാടി. പക്ഷെ അബ്രഹത്ത് ആ സൈന്യത്തെ തോൽപ്പിച്ചു. ദൂനഫറിനെ തടവുകാരനായി പിടികൂടി എല്ലാ തടവുകാരുടെയും തല വെട്ടാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ ദൂനഫർ അബ്രഹത്തിനോട് കെഞ്ചിയിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ കൊല്ലരുത്, ഒരു പക്ഷേ എന്നെ നിങ്ങൾ ബാക്കിയാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഖൈറ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ തഖ്തുൽനി ഫഇന്ന ഇസ്തബ്ഖാഇ ഖൈറുൽ ലക മിൻ ഖത്ലി. എന്നെ നിങ്ങൾ കാരണം അറബികളുടെ നാട്ടിലല്ലേ പോകുന്നത്, അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പലതും എന്നിൽ നിന്ന് കിട്ടിയേക്കാം, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അങ്ങനെ അബ്രഹത്ത് അയാളെ കൊന്നില്ല, കൂടെ കൂട്ടി. പിന്നെ നമ്മുടെ ഇന്നത്തെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഹസാം ഗോത്രത്തിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ, ഇന്നത്തെ പിന്നെ ജിയോഗ്രഫി വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം സൗദിയിൽ കടന്ന് ഇന്നത്തെ അബഹ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തെത്തിയപ്പോൾ അവിടെ അന്ന് ഹസാം ഗോത്രമാണ് താമസിച്ചിരുന്നത്. നുഫൈൽ ഇബ്നു ഹബീബ് അൽ ഖസാമി എന്ന് പറയുന്ന അവരുടെ ഗോത്രത്തിൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യം വീണ്ടും അബ്രഹത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അവരും ദൂനഫറിൻ്റെയും സൈന്യത്തിൻ്റെയും കഥ പോലെ തന്നെ അവരും പരാജയപ്പെട്ടു. അബ്രഹത്ത് അവരെയും പരാജയപ്പെടുത്തി. ഈ പറയുന്ന നുഫൈൽ ഇബ്നു ഹബീബ് അൽ ഖസാമിയെ പിടിച്ച് അബ്രഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു.
അയാളെയും കൊല്ലാൻ വേണ്ടി അബ്രഹത്ത് ഓർഡർ ഇട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊല്ലരുതൊരിക്കലും, കാരണം ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി നിങ്ങൾക്ക് പരിചയമില്ലാത്ത വഴിയാണ്. അന്ന് മരുഭൂമിയാണല്ലോ, ഗൂഗിൾ മാപ്പ് വെച്ച് പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ആ മരുഭൂമിയിൽ വളരെ ബുദ്ധിമുട്ടാണ് വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഞാൻ വളരെ ഉപകാരപ്പെടും, നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് എന്നെ കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അബ്രഹത്തിന് അത് ശരിയാണെന്ന് തോന്നിയിട്ട് അബ്രഹത്ത് നുഫൈലിനെയും കൂടെ കൂടി. നുഫൈലും ആ ഗോത്രത്തിൽ തന്നെ പെട്ട വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പം അബ്രഹത്തിൻ്റെ സൈന്യത്തിൽ ഇപ്പോൾ 3 അറബികളായി. ആരൊക്കെയാണ്? ദൂനഫർ, മറന്നു പോരുത്, ഇനി നമുക്കത് പരാമർശം വരുന്നുണ്ട്. 1 ദൂനഫർ, 2 നുഫൈൽ അൽ ഖസാമി, പിന്നെ ആ ഗോത്രത്തിൽപ്പെട്ട വേറൊരാളും. ഈ നുഫൈൽ അൽ ഖസാമിയും തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ഒരു സൈന്യം കാബയെ തകർക്കാൻ വേണ്ടി പോകുമ്പം നമ്മൾ അവർക്ക് വഴികാട്ടികളാകുകയോ? എന്താ ചെയ്യുക? അതിനെക്കാട്ടി നല്ലത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവർക്ക് ആർക്കും വഴിയെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല. നമുക്ക് ഇവരെയും കൂട്ടിയിട്ട് കാബയിലേക്ക് പോകുന്നതിന് പകരം തായിഫിലേക്ക് പോകാം. തായിഫിൻ്റെ പ്രത്യേകത, അവിടെ അവർ കാബ പോലെ കണ്ടിരുന്ന അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടായിരുന്നു, ലാത്ത് എന്ന് പറഞ്ഞിട്ട്. അതിന് തൽക്കാലം നമുക്ക് കാണിച്ചു കൊടുക്കാം, കാബയാന്ന് വിചാരിച്ച് ഇവർ അതിനെ പൊളിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ 2 പേരും, വഴികാട്ടികളായ നുഫൈലും നുഫൈലിൻ്റെ കൂട്ടത്തിലുള്ള ആളും, ഈ അബ്രഹത്തിൻ്റെ സൈന്യത്തെ കൂട്ടിയിട്ട് മക്കത്തേക്ക് തായിഫ് വഴി പോയി. അങ്ങനെ തായിഫിലെത്തി. പക്ഷെ തായിഫിലെത്തിയപ്പോഴത്തേക്ക് അന്ന് നമുക്കറിയാം, തായിഫിൽ ഉണ്ടായിരുന്ന ഗോത്രം ബനു സഖീഫ് ഗോത്രമാണ്. ബനു സഖീഫ് ഗോത്രം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന ഷൂ നക്കീർ എന്നൊക്കെ പറയുന്നത് പോലെ അവർ വളരെ ഒരു മോശം മനസ്സും മോശം ചിന്താഗതിയും വെച്ച് പുലർത്തുന്ന ഒരു ഗോത്രത്തിൻ്റെ ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനമായിട്ട് പോകുമ്പോൾ നബിതങ്ങളെ ശക്തമായി നിന്ദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പീഡനങ്ങൾക്കിരയാക്കിക്കൊണ്ട് അവർ തിരിച്ചയക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു അവർ. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഏതായാലും ഈ ബനു സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അബ്രഹത്തു സൈന്യവും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള അറബികളൊക്കെ ഒരു ചെറിയ പോരാട്ടമെങ്കിലും കാഴ്ചവെച്ചെങ്കിൽ ഇവരതിനൊന്നും തയ്യാറാവാതെ മസ്ഊദ് ഇബ്നു മുഅത്തബ് എന്ന് പറഞ്ഞ അവരുടെ നേതാവ് വന്നിട്ട് രാജാവിനോട്, അയ്യുഹൽ മലിക് നഹ്നു അബീദുൽ ലക് ലൈസ ലക ഇൻദനാ ഖിലാഫ് വലൈസ ബൈനനാ വബൈനക അല്ലദീ തുരീദു അൻഹു ലാത ഇന്നമാ തുരീദുൽ ബൈത അല്ലദീ ബിമക്ക. രാജാവേ, ഞങ്ങളും നിങ്ങളുടെ അടിമകളാണ്. നിങ്ങളുടെ എന്ത് കൽപ്പനകളും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. ഞങ്ങൾ ഒരു പോരാട്ടത്തിനും വരുന്നില്ല. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാബ, നിങ്ങൾ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ആ അള്ളാഹുവിൻ്റെ ഭവനം, അത് ഈ ഞങ്ങളുടെ ഭവനമല്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ അതിനെ തകർത്തേക്കരുത്. അത് മക്കത്ത്, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മക്കത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാബയാണത്. അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുകയും അയാൾക്ക് സർവ്വ പിന്തുണ പ്രഖ്യാപിക്കുകയും അയാൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അബൂ റിഗാൽ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടത്തിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അബൂ റിഗാലിനെയും കൂട്ടിയിട്ട് അബ്രഹത്തും സൈന്യവും കാബയുടെ മക്കയിലേക്ക് വന്നു. മക്കയുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഏകദേശം അറഫയോട് അടുത്ത സ്ഥലത്ത് അവിടെ അവർ തമ്പടിച്ച് സൈന്യം മുഴുവനും അവിടെ ഇറങ്ങി. അബൂ റിഗാൽ അവിടം വരെ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. അവിടെ വെച്ചിട്ട് ഈ അബൂ റിഗാൽ എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ ഖബർ അവിടെ മുഹമ്മസ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് മറമാടപ്പെട്ടത്. അയാളെ ഖബറിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, പിന്നീട് കാലങ്ങളോളം, വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം അറബികൾ ആ വഴി പോകുമ്പോൾ ആ ഖബറിൽ കല്ലെറിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ കല്ലെറിയപ്പെടുന്ന ഖബർ എന്നറിയപ്പെടുന്ന ഖബർ ഈ അബൂ റിഗാലിൻ്റെ ഖബറാണ്. മക്കയുടെ അതിർത്തി പ്രദേശത്ത് ഏകദേശം അറഫയുടെ ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ അന്ന് ഉണ്ടായിരുന്ന, നൂറ്റാണ്ടുകളോളം ജനങ്ങൾക്കറിയാമായിരുന്ന അവർ കല്ലെറിഞ്ഞ ഒരു ഖബർ ഈ അബൂ റിഗാലിൻ്റെ ഖബറാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഭവനത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു സൈന്യത്തിന് ഒരു സങ്കോചവുമില്ലാതെ മാനസിക തൃപ്തിയോടുകൂടി, നേരത്തെ എന്ന് പറഞ്ഞാൽ നുഫൈലും അതേപോലെ തന്നെ സൂനഫറും ഒക്കെ ആദ്യം പോരാടി, പിന്നെ ഗത്യന്തരമില്ലാതെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഞങ്ങളെ കൊല്ലരുതേ, ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല. ആദ്യം തന്നെ അങ്ങോട്ട് പോയി ഷൂ നക്കി എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ അങ്ങോട്ട് പോയി അയാളുടെ കാല് നക്കിയിട്ട് അയാളുടെ കൂട്ടത്തിൽ ചേരുകയും എന്നിട്ട് അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവൻ മരിച്ചു എന്ന് മാത്രമല്ല, ഇന്നും ചരിത്രത്തിൽ വളരെ നിന്ദ്യനായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ ദീനിനെയൊക്കെ വെല്ലുവിളിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അക്ബർ പറയുമ്പോൾ തന്നെ പേടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വളരെ മോശമായി എടുത്ത് കാണിക്കുകയും ചെയ്യുന്ന പലരും ഉണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെല്ലാം കാത്തിരിക്കുന്നത് വളരെ ഭീകരമായ, അതിദയനീയമായ അന്ത്യമാണ്. അള്ളാഹു ഒരാളെയും വെറുതെ വിടൂല. മരണവും വളരെ ഭീകരമായിരിക്കും, ദയനീയമായിരിക്കും. മരിച്ചതിന് ശേഷവും നിന്ദ്യത അവനെ വന്ന് പിടികൂടുകയും ചെയ്യും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വേദനിപ്പിച്ച, വ്യക്തിപരമായി ആക്ഷേപിച്ച ഒരാളും ചരിത്രത്തിൽ ഇതുവരെ രക്ഷപ്പെട്ട കഥ നമുക്ക് കാണാൻ കഴിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അബൂ റുഗാലിൻ്റെ ഖബർ പിന്നീട് എപ്പോഴും ആളുകൾ കല്ലെറിയുന്ന ഖബറായി മാറി. അതിനുശേഷം ഈ മുഖമ്മസിൽ എത്തി അവിടെ നിന്നിട്ട് നമ്മുടെ അബ്രഹത്ത് അസ്വദ് ബിൻ മഖ്സൂദ് എന്ന് പറഞ്ഞ ഒരാളെ അയക്കുകയും എന്നിട്ട് മക്കയിലെ ആളുകളുടെ മുഴുവൻ സമ്പത്തുകളും പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതായത് ആട്, മാട്, ഒട്ടകങ്ങൾ പോലുള്ള അവരുടെ സമ്പത്തായി അവർ കണക്കാക്കിയിരുന്ന മൃഗങ്ങളെയും മറ്റും ഈ അസ്വദ് ബിൻ മഖ്സൂദ് എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് അബ്രഹത്തിൻ്റെ അടുക്കലേക്ക് വരികയും ചെയ്തു. ഈ കൂട്ടത്തിൽ ഈ അസ്വദ് എന്ന് പറഞ്ഞാൽ പിടിച്ചു കൊണ്ടുവന്ന മക്കക്കാരുടെ സമ്പത്തിൻ്റെ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ തന്നെ തമ്പടിച്ച സമയത്താണ് ഹുനാത്ത അൽ ഹിമ്യരി എന്ന് പറഞ്ഞ ഒരാളെ അബ്രഹത്ത് മക്കത്തേക്ക് അയക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് അവരുടെ കൂട്ടത്തിലെ നേതാവിനെ കണ്ടെത്തണം. എന്നിട്ട് അയാളോട് പറയണം, ഞങ്ങൾ വന്നത് ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല, നിങ്ങളുടെ രക്തം ചീന്തിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഞങ്ങളുടെ വരവിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ വീട് ഞങ്ങൾക്ക് പൊളിക്കണം. അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹുമാനിക്കുന്ന ഈ ഭവനത്തെ ഞങ്ങൾ തകർക്കും. അവർ ആനയെ കൊണ്ടുവന്നത് തന്നെ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയായിരുന്നു കഅബയെ. അതായത് ആനയുടെ മേലെ ചെങ്ങല ഇട്ട് ആ ചെങ്ങലയിൽ ഒരു കൊളുത്ത് ബന്ധിപ്പിച്ച് ആ കൊളുത്ത് കഅബയുടെ ഓരോ കല്ലിലും വെച്ച് ആനയെ മുന്നോട്ട് നടത്തിയിട്ട് പകുതിയായിട്ട് കഅബയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് അവർ ആനയെ കൂട്ടിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അഥവാ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാതിരുന്നാൽ, ഞങ്ങൾക്ക് ആ വീട് പൊളിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി തന്നാൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പം എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന് ഞങ്ങൾ അറിയിക്കണം. നിങ്ങൾ അഥവാ യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ കഅബയെ ഞങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ പിന്നെ ഒരു രക്തച്ചൊരിച്ചിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാമെന്ന് ഹുനാത്ത അൽ ഹിമ്യരിയെ എടുത്ത് പറഞ്ഞിട്ട് നീ അവിടെ പോയി ആ നേതാവിനോട് ഇത് അറിയിക്കണമെന്ന് പറഞ്ഞ് അബ്രഹത്തെ അയച്ചു. ഈ ഹുനാത്ത അൽ ഹിമ്യരി എന്ന് പറഞ്ഞ ആൾ മക്കത്തേക്ക് വന്നു. അവിടുത്തെ നേതാവിനെ കുറിച്ച് അന്വേഷിച്ചു. ആളുകളൊക്കെ അബ്ദുൽ മുത്തലിബിനെ കാണിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബുമായിട്ട് അയാൾ സംസാരിച്ചു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാ ഇൻദനാ ലഹു ഖിതാലുൻ ഫവല്ലാഹി മാ ലനാ ബിഹി ഖുവത്തുൻ. നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ വൻ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാനൊന്നും അള്ളാഹു ആണ് ഞങ്ങളുടെ അടുത്ത് ശക്തിയോ അതിനുള്ള യുദ്ധ വിഭവങ്ങളോ യുദ്ധശേഷിയോ ഒന്നും ഞങ്ങളുടെ അടുത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനമാണ്. അവൻ്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത വീടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ നിങ്ങൾക്കതിനെ പൊളിക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹു തടയുകയാണെങ്കിൽ നിങ്ങൾ തടയപ്പെടുകയും ചെയ്യും. അതല്ലാതെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ വേറൊന്നും പറയാനില്ല എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രാജാവ് നിങ്ങളോട് വന്ന് അവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെയും കൂടിയിട്ട് ഈ ഹുനാത്ത അൽ ഹിമ്യരി നേരെ അബ്രഹത്തിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ അവൻ്റെ സൈനിക ടെൻറ്റിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പിന്നീട് അബ്രഹത്തിൻ്റെ സൈന്യത്തിൽ കൂടിയ സൂനഫർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ സൂനഫർ അബ്ദുൽ മുത്തലിബിൻ്റെ ചെങ്ങായിയാണ്. അപ്പോൾ ഈ അബ്ദുൽ മുത്തലിബ് സൂനഫറിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നമ്മൾ പെട്ടിരിക്കുന്ന പ്രശ്നം അത് നീ കാണുന്നുണ്ടല്ലോ, ഈ പ്രശ്നത്തിൽ നിനക്ക് ഹൽ ഇൻദകും മിൻ ഗിനാഇൻ ഫീമാ നസല ബിനാ, നമുക്ക് ഈ ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു സജഷൻ നിൻ്റെ അടുത്ത് ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു അഭിപ്രായം, എന്തെങ്കിലും ഒന്ന്? കാരണം അബ്രഹത്തിനെ ഞാൻ കാണാൻ പോവാണ്, ഒരുപക്ഷെ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വമാ ഗിനാ ഉറജുലിൻ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? വൈകുന്നേരമാണോ രാവിലെയാണോ തൻ്റെ കഴുത്തിൽ കത്തി വീഴുക, തന്നെ കൊല ചെയ്യപ്പെടുക എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത തടവറയിൽ കഴിയുന്ന തടവുകാരനായ ഒരു മനുഷ്യൻ എന്ത് അഭിപ്രായം പറയാനാണ്, എന്ത് സജഷൻ തരാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് ആനകളുടെ പാപ്പാന്മാരുടെ കൂട്ടത്തിൽ ഉനൈസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ എൻ്റെ ചങ്ങാതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയാളോട് നിങ്ങളുടെ മഹത്വത്തെയും നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അബ്രഹത്തിനോട് വേണമെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ്, അത് മതി, എനിക്ക് അബ്രഹത്തിനൊന്ന് കാണാനും ഒന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയാൽ മാത്രം മതി. നേരെ ഉനൈസിൻ്റെ അടുക്കിലേക്ക് പോയി ഉനൈസിനോട് അബ്ദുൽ മുത്തലിബിനെ പരിചയപ്പെടുത്തി കൊടുത്തു. മക്കത്ത് അദ്ദേഹത്തിനുള്ള സ്ഥാനം അയാൾക്ക് അറിയിച്ചു കൊടുത്തു. മക്കത്ത് പാവപ്പെട്ടവർക്ക്, മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അങ്ങനെ ഉനൈസിന് അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഉനൈസ് അബ്രഹത്തിൻ്റെ അടുക്കൽ പോയി അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ വിളിപ്പിച്ചു. അപ്പോൾ അബ്രഹത്തിൻ്റെ അടുക്കലേക്ക്, കാബയെ തകർക്കാൻ വന്ന രാജാവിൻ്റെ അടുക്കലേക്ക്, ഒരു വൻ സൈന്യവുമായി വന്ന സ്വച്ഛാധിപതിയുടെ അടുക്കലേക്ക് ആ കാബയുടെ നാട്ടിൻ്റെ നേതാവായ
മക്കയുടെ കിരീടം വെക്കാത്ത രാജാവായ അബ്ദുൽ മുത്തലിബ് നടന്നു ചെല്ലുകയാണ്. അപ്പോൾ ആ രാജാവുമായിട്ട് സമാധാനപരമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ അബ്ദുൽ മുത്തലിബ് എന്തിനെക്കുറിച്ചായിരിക്കും പറയേണ്ടത്? നമ്മൾക്ക് കഥ അറിയാവുന്നതുകൊണ്ട്, നമ്മൾ കഥ അറിയാതെ ആദ്യമായി കേൾക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. എന്തിനെക്കുറിച്ചായിരിക്കും അബ്ദുൽ മുത്തലിബ് സംസാരിക്കേണ്ടത്? തൻ്റെ നാടിനെക്കുറിച്ച്, തൻ്റെ നാട്ടിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഈ അള്ളാഹുവിൻ്റെ വീടിനെക്കുറിച്ച്, അതിനെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച്, അതിനെ മുൻകാലത്ത് ആക്രമിക്കാൻ വന്നവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന്, ഇതിനെക്കുറിച്ചൊക്കെയാണ് അബ്ദുൽ മുത്തലിബ് സംസാരിക്കേണ്ടത്. അതിനുവേണ്ടി ആയിരിക്കണം അബ്ദുൽ മുത്തലിബ് ഇത്രയും ആളെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചിട്ട് അബ്രഹത്തുമായിട്ടൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയത്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നോക്കാം, അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നൊരു രംഗം ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ചരിത്രകാരന്മാർ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കണം. കാരണം അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മുഖത്ത് നല്ല തിളക്കമുള്ള, വഖാറും ഹൈബത്തുള്ള, ഗാംഭീര്യമുള്ള, നല്ല തേജസ്സുറ്റ മുഖത്തിൻ്റെ ഉടമയായിരുന്നു ആര്? അബ്ദുൽ മുത്തലിബ്. ആർക്ക് കണ്ടാലും ഒരു ബഹുമാനവും ആദരവും ഒക്കെ തോന്നിപ്പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ രാജസന്നിധിയിലേക്ക് കടന്നു വന്നപ്പം ഈ അബ്രഹത്തിൻ്റെ മനസ്സിലും അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അറിയാണ്ട് ബഹുമാനവും ആദരവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അപ്പോൾ അബ്രഹത്ത് ഇങ്ങനെ വലിയൊരു സിംഹാസനത്തിൻ്റെ മേലെ ഇരിക്കുന്നത്, അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളൊക്കെ താഴെ നിലത്തൊരു വിരിപ്പിലും ഇരിക്കുന്നത്. പക്ഷേ അബ്രഹത്തിന് ഈ അബ്ദുൽ മുത്തലിബിൻ്റെ ഹൈബത്തും വഖാറും ആ മുഖത്തുള്ള തേജസ്സും ഗാംഭീര്യവും ഒക്കെ കണ്ടപ്പം അയാളെ താഴെ ഇരുത്തിയിട്ട്, അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബിനെ താഴെ ഇരുത്തിയിട്ട് അബ്രഹത്തിന് മേലെ ഇരിക്കാനുള്ള മനസ്സ് വന്നില്ല. ചരിത്രത്തിലുള്ളതാണ്. പക്ഷേ അബ്ദുൽ മുത്തലിബിൻ്റെ തൻ്റെ കൂട്ടത്തിൽ സിംഹാസനത്തിൽ ഇരുത്താനും അയാൾക്ക് സാധിച്ചില്ല. കാരണം ബാക്കിയുള്ള ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം, ഹുങ്ക് അതിന് അനുവദിച്ചിട്ടുമില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട് എഴുന്നേറ്റ് വന്ന് അബ്ദുൽ മുത്തലിബിനെ സ്വീകരിക്കുകയും എന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ നിലത്ത് ആ വിരിപ്പിലിരിക്കുകയും ചെയ്തു എന്ന്. അല്ലാഹു അക്ബർ. അബ്ദുൽ മുത്തലിബിൻ്റെ ഗാംഭീര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗാംഭീര്യവും വഖാറും തേജസ്സും ഒക്കെ അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന് ഒരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു എന്നതിൻ്റെ പേരിലാണെങ്കിൽ ആ പേരക്കുട്ടിക്ക് നമ്മുടെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഗാംഭീര്യമായിരിക്കും അല്ലേ, എന്ത് തേജസ്സായിരിക്കും. ആ മുഖം കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിലെത്തിയിട്ട് അവിടുത്തെ കൺകുളിർക്കെ കാണാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മുമ്പ് തന്നെ സ്വപ്നത്തിനെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലെങ്കിലും ഹബീബിനെ കാണാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അബ്രഹത്ത് അങ്ങനെ അടുത്തിരുത്തി. എന്നിട്ട് തർജുമാനോട് ചോദിച്ചു, എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് പറ. എന്നിട്ട് എനിക്ക് പറഞ്ഞു. അപ്പോൾ തർജ്ജമ ചെയ്യുന്ന ആൾ എന്താ പറയാനുള്ളത്? അപ്പോൾ വളരെ താഴ്മയോടുകൂടി അബ്ദുൽ മുത്തലിബ് ആവശ്യപ്പെട്ടു, രാജാവേ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കയുടെ സമ്പത്തുകൾ എടുത്തുകൊണ്ട് പോയ സമയത്ത് ആ കൂട്ടത്തിൽ ഒരു 200 ഒട്ടകങ്ങൾ എൻ്റെതു പിടിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ 200 ഒട്ടകങ്ങൾ നിങ്ങൾ തിരിച്ചു തരണം. അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. അബ്രഹത്ത് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ നിന്നിൽ ഭയങ്കര ആകർഷ്ടനായിരുന്നു, നീ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് നിൻ്റെ എല്ലാ മതിപ്പും പോയി, നിന്നോടുള്ള മുഴുവൻ മതിപ്പും അവസാനിച്ചു. കാരണം ഞാനിവിടെ നിൻ്റെ നാട്ടിലെ നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന, നിങ്ങളുടെ പിതാക്കന്മാരുടെയും ദീനായി നിങ്ങൾ കണക്കാക്കുന്ന കാബയെ പൊളിക്കാനാണ് വന്നത്. എന്നിട്ട് നീ തുജാദിലൂനി ഫീമി അതൈബ ഐരിൻ, എന്നിട്ട് ഒരു 200 ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ നീ എന്നുമായിട്ട് തർക്കിക്കുകയാണോ? എന്താ അബ്ദുൽ മുത്തലിബ് ഇത് എന്ന് അബ്രഹത്ത് ചോദിച്ചു. അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് പറഞ്ഞ ഒരു മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ അത് വളരെ പ്രസിദ്ധമാണ്. തങ്കലിപികളാൽ ചരിത്രം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അന റബ്ബു ഹാദിഹിൽ ഇബൽ വലിഹാദൽ ബൈത്തി റബ്ബുൻ സയംനഉ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഈ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ അത് ഞാനാണ്. അതിനെ സംരക്ഷിക്കേണ്ടതും അത് നഷ്ടപ്പെട്ടാൽ അതിനെ ചോദിക്കാൻ വേണ്ടി വരേണ്ടതും ഒക്കെ ഞാനാണ്. അതേപോലെ നീ ഇപ്പോൾ തകർക്കാൻ വന്ന ബൈത്തില്ലേ, ഈ കാബ, അതിൻ്റേതായ ഒരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ അതിൻ്റെ കാര്യം നോക്കിക്കോളും. അല്ലാഹു അക്ബർ. ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അതിനെ ഞാനാണ് സംരക്ഷിക്കേണ്ടത്. ഈ ബൈത്തിന്, ഈ കാബക്ക് അതിൻ്റെ ഒരു ഉടമസ്ഥനുണ്ട്, അതിനെ സംരക്ഷിക്കാൻ ആ ഉടമസ്ഥൻ അറിയാം. അതിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. ആ ഉടമസ്ഥൻ അതിനെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് ധീരമായി അബ്ദുൽ മുത്തലിബ് പ്രഖ്യാപിച്ചു. അതൊരു വലിയ താക്കീതായിരുന്നു. അതൊരു വിട്ടുകൊടുക്കലല്ലായിരുന്നു, ഒരു കീഴടങ്ങലല്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് കാബയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുമെങ്കിലും ഒരു ധീരമായ പ്രഖ്യാപനവും ധീരമായ താക്കീതുമായിരുന്നു. നീ കൂടുതൽ കളിക്കണ്ട, ഞങ്ങളുടെ ഒട്ടകത്തെയും ആടിനെയൊക്കെ കട്ടുകൊണ്ട് പോയ പോലെ അല്ല, നീ ഇത് കൈവെക്കുന്നത് അള്ളാഹുവിൻ്റെ വീട്ടിലാണ്, പടച്ചോൻ നിന്നെ വെറുതെ വിടൂലാട്ടോ എന്ന് വ്യംഗ്യമായ രൂപത്തിൽ
പറയാതെ പറയുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഒരു വലിയ താക്കീതും ഭീഷണിയും അബ്ദുൽ മുത്തലിബ് നൽകുകയായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അബ്രഹത്ത് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, മാക്കാൻ അലി യംനഅഹു മിന്നി, അള്ളാഹു എന്നെ തടയുകയും എൻ്റെ ഈ സൈന്യത്തെ, ആനകളുള്ള 40,000-ഓളം വരുന്ന ഇവരെ തടയാനൊന്നും നിൻ്റെ റബ്ബിന് സാധിക്കൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ്, അതൊക്കെ നമ്മൾ മനസ്സിൽ കാണാൻ ശ്രമിക്കണം, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്തവതാക്ക, അത് നീയും നിൻ്റെ പാട്ടും നീ നോയിക്കോ, അത് എനിക്കറിയേണ്ട, അത് നിങ്ങളുടെ കാര്യം, അള്ളാഹു സംരക്ഷിക്കോയില്ലേ എന്നൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് അവിടെ നിന്ന് എഴുന്നേറ്റു. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ആ 200 ഒട്ടകത്തെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അബ്രഹത്ത് നേരെ അബ്ദുൽ മുത്തലിബ് നേരെ മക്കത്തേക്ക് വന്നു. മക്കക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും മലപ്രദേശങ്ങളിലും താഴ്വാരങ്ങളിലും പോയി കഴിയാൻ വേണ്ടി പറഞ്ഞു. ആരും ഇവിടെ നിൽക്കരുത് എന്ന് അദ്ദേഹം ഉപദേശിച്ചു. എന്നിട്ട് അതിനുശേഷം എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം അദ്ദേഹം കാബയുടെ വാതിലിലുള്ള ആ ഒരു കൊളുത്ത് അത് പിടിച്ച് കുറേ നേരം ദുആ ചെയ്തു. ഒരുപാട് പദ്യങ്ങൾ പാടി അള്ളാഹുവിനോട് സഹായം തേടി അള്ളാഹുവിനെ അവൻ്റെ ഭവനത്തെ ഏൽപ്പിച്ചു, അതിൻ്റെ സംരക്ഷണത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് അബ്ദുൽ മുത്തലിബും അവിടെ നിന്ന് മാറി മലമ്പ്രദേശത്തേക്ക് താമസം മാറ്റി. പിറ്റേന്ന് ഈ പറഞ്ഞ അബ്രഹത്തിൻ്റെ സൈന്യം മുഴുവൻ തയ്യാറായി. അവർ ആദ്യം ആനയെ തന്നെ ഒരുക്കി നിർത്തി അതിനെ തെളിച്ചുകൊണ്ട് മുന്നിൽ ആനയും ബാക്കി പിന്നിൽ സൈന്യങ്ങളുമായിട്ട് മക്കത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ദൂനഫറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ഹസാം ഗോത്രത്തിൽപ്പെട്ട വഴി കാണിക്കാൻ വേണ്ടി കൂടെ വന്ന നുഫൈൽ എന്ന് പറഞ്ഞ രാജാവുണ്ടല്ലോ, നുഫൈൽ എന്ന് പറഞ്ഞ അമീർ നേതാവ്. ഈ നുഫൈൽ അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ പട്ടപ്പടക്കുന്നുണ്ട്. കാരണം അവർ അറബികളാണ്, നിർബന്ധപൂർവ്വം ഈ സൈന്യത്തിൽ വരേണ്ടി വന്നവരാണ്. കാബയെ തകർക്കാൻ വേണ്ടി പോവാം, മക്കത്തേക്ക് പോവാം, ഇനി കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഈ നുഫൈൽ എന്ന് പറഞ്ഞാൽ ഈ ആനകളുടെ കൂട്ടത്തിൽപ്പെട്ട അതിൻ്റെ മെയിൻ ആനയായ ഈ മഹ്മൂദിൻ്റെ അടുക്കൽ വരികയും ആ മഹ്മൂദിൻ്റെ ചെവിയിലേക്ക് പോവുകയും എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു, ഉബ്റുക് മഹ്മൂദെ മര്യാദക്ക് മുട്ടൂത്തിക്കോ, വർജി റാഷിദൻ, എന്നിട്ട് മര്യാദക്ക് നീ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, ഫഇന്നക ഫീ ബലദില്ലാഹിൽ ഹറാം, കാരണം നീ അള്ളാഹുവിൻ്റെ പവിത്രമാക്കപ്പെട്ട നാട്ടിലാണ് കേട്ടോ നീ ഉള്ളത് എന്നതിൻ്റെ ചെവിയിൽ പതുക്കെ പറയുകയും നുഫൈൽ അവിടെ നിന്ന് പെട്ടെന്ന് മാറി മലമ്പ്രദേശത്തിൻ്റെ ഉള്ളിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്തു. കാരണം അവർക്ക് ഉറപ്പായിരുന്നു അള്ളാഹു ഇടപെടും, അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർ അള്ളാഹുവിൻ്റെ കൂടെ ബാക്കിയുള്ളതിന് ശിർക്ക് വെച്ചിരുന്നു എന്നതാണ് അവരുടെ പ്രശ്നം. അപ്പം ഇത് പറഞ്ഞിട്ട് അയാൾ അങ്ങോടി ഒളിച്ചു. പെട്ടെന്ന് ആനകൾ ഓരോന്നോരോന്നായിട്ട് ഇരിക്കാൻ തുടങ്ങി, മുട്ടുകുത്താൻ തുടങ്ങി, ചെരിഞ്ഞു കിടക്കാൻ തുടങ്ങി, ഒന്നും എഴുന്നേൽക്കുന്നില്ല. അബ്രഹത്തിൻ്റെ ആനപ്പടയാളികൾ അല്ലെങ്കിൽ പാപ്പാന്മാർ അവർ കഴിവതും പരിശ്രമിച്ചു. ചരിത്രത്തിൽ അത് കാണുന്നുണ്ട്. അവർ വലിയ വലിയ ഇരുമ്പിൻ്റെ ദണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മയമുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ കുത്തുകയും അതിനെ ചങ്ങലക്കിട്ട് വലിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. പഠിച്ച പണി 18 പാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ 18 പാറ്റിയിട്ടും ആനകൾ അനങ്ങുന്നില്ല. അതേ സമയത്ത് ഇതേ ആനയെ തന്നെ അവർ തിരിച്ചു നിർത്തിയിട്ട് ഷാമിൻ്റെ ഭാഗത്തേക്ക് നിർത്തിയാൽ അത് എഴുന്നേൽക്കുന്നു, പോകാൻ തയ്യാറാവുന്നു. പിന്നെ യമനിൻ്റെ ഭാഗത്തേക്ക് നിർത്തിയാൽ അപ്പോഴും അത് എഴുന്നേൽക്കുന്നു, പോകാൻ തയ്യാറാവുന്നു. പക്ഷേ കാബയുടെ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തുമ്പോൾ അത് മുട്ടുകുത്തുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിനെ എത്ര നോവിച്ചിട്ടും അത് അനങ്ങാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. ഏകദേശം ഒരു ദിവസം മുഴുവൻ അതിൻ്റെ പിന്നാലെ അവർ നടന്നു എന്നാണ്. എന്നിട്ടും പിന്നെ അത് കൂട്ടാക്കാതെ കണ്ടപ്പോൾ അവരന്ന് അവിടെ അവരന്ന് വിശ്രമിച്ചത് ഏറ്റവും മോശമായ രാത്രിയായിരുന്നു. അവർക്ക് ഭയങ്കര ടെൻഷൻ, എന്തായി എന്ന് മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഏകദേശം അത്താഴത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബിൽ. ചരിത്രം നമുക്കറിയാം, അതുകൊണ്ട് വിശദമായി പറയേണ്ടതില്ല. വഅർസല അലൈഹിം തയ്റൻ അബാബിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടം കൂട്ടമായി വരുന്ന ചെറിയ ചെറിയ പക്ഷികൾ അവരുടെ മേലയിലേക്ക് അയച്ചു. എല്ലാ പക്ഷികളുടെയും കൊക്കിലൊന്നും കാലിൽ രണ്ടുമായിട്ട് 3 കല്ലുകൾ എല്ലാ പക്ഷികളുടെ അടുത്തും ഉണ്ടായിരുന്നു. ആ കല്ലുകളുമായിട്ട് ഈ പക്ഷികൾ വന്ന് ഈ സൈന്യത്തെ മുഴുവനൊന്ന് വലയം ചെയ്തു. എന്നിട്ട് ആ കൊക്കുകളിലുണ്ടായിരുന്ന കാലുകളിലുണ്ടായിരുന്ന ഒരു പയറുമണി അല്ലെങ്കിൽ ഒരു കടലമണിയുടെ അത്രയും വലുപ്പം മാത്രമുള്ള ഈ കല്ലുകൾ ഓരോന്നായിട്ട് അവരിങ്ങനെ സൈന്യത്തിൻ്റെ മേലയിലേക്ക് ഇങ്ങനെ ഇടാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ശക്തമായ ഒരു കാറ്റും അടിച്ചു. നമ്മുടെ ഭാഷയിൽ പറയുന്ന ഒരു ബുള്ളറ്റൊക്കെ തുളച്ച് കയറുന്നതിനേക്കാൾ വേഗതയിൽ ഈ ചെറിയ കല്ലുകൾ, ചെറിയ പക്ഷിയുടെ കൊക്കിൽ നിന്നും കാലിൽ നിന്നും വീഴുന്ന ഈ കല്ലുകൾ അവരുടെ മേലെ ഇങ്ങനെ വന്ന് പതിക്കാൻ തുടങ്ങി. ദേഹത്ത് കൊള്ളുന്ന ആളുകളുടെ മറുഭാഗത്തു കൂടി അത് പുറത്തേക്ക്, തലയിൽ കൊണ്ടാൽ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതേപോലെ ഓരോരുത്തരുടെയും ദേഹത്ത് കൊള്ളുന്ന സമയത്ത് ആ ദേഹം ഇങ്ങനെ പഴുത്ത് പൊള്ളി വികൃതമായി വരുമായിരുന്നു എന്നാണ്. പലരും അവിടെ തന്നെ മരിച്ചു. എല്ലാവരും അവിടെ മരിക്കുന്നില്ല. ചില ആളുകളുടെ ദേഹത്ത് ഇത് കൊണ്ടു, പക്ഷെ അവർ മരിച്ചില്ല. പക്ഷെ അവരുടെ കൊണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ പതച്ച് പൊള്ളി വന്ന്
ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി ഇങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവരാകെ ബേജാറായി, അങ്കലാപ്പിലായി. ഇവർ തിരിച്ചോടാൻ വേണ്ടി നോക്കുമ്പോൾ ഫുൾ മലപ്രദേശമാണ് മക്ക. ഉംറക്കൊക്കെ പോയവർക്ക് അറിയാൻ സാധിക്കും. ഈ മലപ്രദേശത്തിൻ്റെ ഇടയ്ക്ക് എങ്ങോട്ടേക്കാണ് ഓടേണ്ടത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. മലമ്പ്രദേശമാണ്, എങ്ങോട്ടാണ് ഓടേണ്ടത് മനസ്സിലാകുന്നില്ല. അപ്പോൾ വഴികാട്ടിയായ നുഫൈലിനെ ഇവർ പരുതാ, നുഫൈൽ. പക്ഷെ നുഫൈൽ അപ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. നുഫൈലിനെയും കാണുന്നില്ല. അങ്ങനെ ഇവർ വഴി അറിയാതെ 4 ഭാഗത്തേക്കും വിരണ്ടോടുകയും ഓടുന്നതിനിടക്ക് കുറേ ആൾ അവിടെ മരിച്ചു വീണു. ഓടുന്നതിനിടക്ക് ഇവരുടെ ശരീരത്തിൽ നിന്ന് ഓരോരോ അവയവങ്ങളായി ഇങ്ങനെ പറഞ്ഞ് വീണ് കുറേ ആളുകൾ വഴിയിലും മലമ്പ്രദേശത്തും താഴ്വരയിലുമായിട്ടൊക്കെ ചത്തൊടുങ്ങിയിരുന്നു. അബ്രഹത്തിന് എന്ത് സംഭവിച്ചു? അബ്രഹത്തിൻ്റെ മേലും കല്ല് വന്നു പതിച്ചു. പക്ഷേ അവൻ അവിടെ വെച്ച് മരണപ്പെട്ടില്ല. അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി ഇങ്ങനെ പതഞ്ഞു വന്നിങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങി. അവൻ്റെ വിരലിൻ്റെ ഓരോ അഗ്രഹങ്ങൾ ഇങ്ങനെ ഉതിർന്ന് വീഴും. അത് വീണ ഉടനെ അതിൻ്റെ പിന്നാലെ ചലവും രക്തവും ഒരു പ്രത്യേക രീതിയിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കും. ആളുകളൊക്കെ അവനെ കൂട്ടി ശക്തമായ രോഗം ബാധിച്ചിട്ടാണ് ഉള്ളത്. നേരെ യമനിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ ഇവൻ്റെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിൽ ഉതിർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അവസാനം യമനിലെത്തിയപ്പോഴേക്ക് ഇവനൊരു കുരുവിയെ, ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയി. അത്രക്കും ബലഹീനനായിട്ടൊരു പക്ഷിക്കുഞ്ഞിനെ പോലെ കാണാൻ തോന്നിക്കുന്ന തരത്തിൽ വരികയും അവസാനം അവൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയം ഇങ്ങനെ പുറത്തേക്ക് ചാടി, അവസാനത്തെ അവയവം എന്ന പോലെ ഹൃദയം ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ട് വളരെ നിന്ദ്യമായി, ഭീകരമായിട്ട്, ആരെയും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മരണം, ഒരു അന്ത്യം അവന് വന്ന് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദൃശ്യമായ സഹായത്താൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അത്ഭുതകരമായ രീതിയിലുള്ള ഇടപെടലിലൂടെ കഅബയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. മക്കയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അബ്രഹത്തിനെയും അവൻ്റെ സൈന്യത്തെയും തച്ച് തകർത്ത് പരാജയപ്പെടുത്തിയിട്ട് അള്ളാഹു തിരിച്ചയച്ചു. അവിടെയോ യമനിലോ കുല്ലൈസിൻ്റെ പരിസരത്തേക്ക് പോലും പിന്നെ ആരും പോകാതെ, അതൊരു ഒരു പ്രേതാലയം എന്ന് നമ്മൾ പറയുന്നില്ലേ, അതേപോലെ ആളുകൾ പേടിക്കുന്ന, ആർക്കും പോകാൻ മടിയുള്ള, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പോയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊരു വിശ്വാസം വരുന്ന അത്രയും ഭീകരമായ ഒരു ഭവനമായി കുല്ലൈസ് മാറി. ആർക്കും വേണ്ട. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അബ്ബാസിയാക്കളുടെ കാലഘട്ടത്ത് അബുൽ അബ്ബാസ് സഫാഹാണ് അതിനെ പിന്നീട് തകർക്കുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുവരെ ആരും അതിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. അല്ലാഹു അക്ബർ. ഇവിടെ നമ്മൾ നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അത്ഭുതമാണ് കാണിച്ചത്. ഈ സംഭവത്തോടു കൂടി ലോകത്തിൻ്റെ മൊത്തവും ശ്രദ്ധ മക്കത്തേക്ക് വന്നു. മക്കയും കഅബയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയമായി. കാരണം എന്താ? ഈ അബ്രഹത്തും സൈന്യവും ബന്ധപ്പെട്ട് കിടക്കുന്ന എവിടെയാണ്? അബിസീനക്കാരുമായിട്ടാണ്. ഈ അബിസീനക്കാർ റോമക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. ഈ റോമക്കാരുടെ കഠിന ശത്രുക്കളാണ് പേർഷ്യക്കാർ. അപ്പോൾ ഈ റോമക്കാർക്കും ആ റോമയോട് അലവൻസിൽ കഴിയുന്ന ബാക്കിയുള്ളവർക്കും എന്ത് സംഭവിക്കുന്നു എന്ന് പേർഷ്യക്കാർ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ഈ അബ്രഹത്തിൻ്റെ സൈന്യത്തിൻ്റെയും പരാജയം റോമക്കാർ എന്തായാലും അറിയും, അവരുടെ കൂട്ടത്തിലുള്ള ആളാണല്ലോ. അതേപോലെ തന്നെ പേർഷ്യക്കാരും അറിഞ്ഞു. അവർ നോക്കിയിരിക്കാതെ ഇതെന്താ സംഭവിക്കുന്നതെന്ന്. അതിനവർ മുതലാക്കി. അവർ നേരെ യമനിലേക്ക്, പേർഷ്യക്കാർ നേരെ യമനിലേക്ക് യുദ്ധവുമായിട്ട് വന്നു. അതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റോമക്കാരറിഞ്ഞു, പേർഷ്യക്കാരറിഞ്ഞു, ലോകത്തുള്ള അന്നത്തെ വൻ ശക്തികളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. എല്ലാവരുടെയും മനസ്സിൽ കഅബയെക്കുറിച്ചും മക്കയെക്കുറിച്ചുള്ള ഒരു ബഹുമാനം വന്നു. ചരിത്രകാരന്മാർ പറയുന്നത് കേൾക്കാം. വാസ്തവത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏകദേശം ഒരു 50-55 ദിവസം മുമ്പാണ് നടന്നതെന്ന്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാസ്തവത്തിൽ ഇവിടെ ഖുറൈശികളെ സഹായിക്കാൻ വേണ്ടിയല്ല അബാബിൽ പക്ഷികളെ ഇറക്കിയത്. ഖുറൈശികളെ സഹായിക്കാൻ വേണ്ടിയല്ല അബ്രഹത്തിൻ്റെ സൈന്യത്തെ അത്ഭുതകരമായിട്ട് തകർത്തത്. കാരണം എന്താ? അബ്രഹത്തും സൈന്യവും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അഹ്ല കിതാബാണ്. കഅബയുടെ ചുറ്റും വസിക്കുന്ന ആളുകൾ അവർ മുശ്രിക്കീങ്ങളാണ്. അള്ളാഹു ഒരിക്കലും മുശ്രിക്കീങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അഹ്ല കിതാബുകൾ ഒരിക്കലും സഹായിക്കൂല അള്ളാഹു. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ സഹായിക്കുകയായിരുന്നില്ല, മറിച്ച് 2 കാര്യങ്ങളുടെ പേരിലായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിൻ്റെ സൈന്യത്തെ അത്ഭുതകരമായിട്ട് തകർത്തു. ഒന്ന്, കഅബയുടെ മഹത്വം, കഅബയെ ബഹുമാനിക്കാൻ വേണ്ടി, കഅബയെ സംരക്ഷിക്കാൻ വേണ്ടി. രണ്ടാമത്തത്, ഇത്രയും വലിയൊരു അത്ഭുതകരമായ സംഭവം അള്ളാഹു നടത്തിയത് തഖ്ദിമതൻ ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു മുഅ്ജിസത്തായിക്കൊണ്ട്. കാരണം എന്താ? കളം റെഡിയാക്കുക എന്ന് നമ്മൾ പറയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കാനായി, ഏകദേശം ഇനി 50-55 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ നാട്ടിലാണ് ജനിക്കുന്നത്.
അപ്പോൾ എൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക്, വലിയ ഒരാളാണ് വരാൻ പോകുന്നത്, നായകൻ വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതുപോലെ ലോകത്തെ തന്നെ ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ ജനിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകളുടെ മുഴുവൻ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നമ്മൾ ലൈറ്റ് അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക എന്നൊക്കെ പറയുന്നില്ല, നമ്മൾ ആലോചിച്ചാൽ മതി. ലൈറ്റ് അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ മുഴുവൻ നോട്ടത്തെയും അള്ളാഹു ഈ നാട്ടിലേക്ക്, ഈ ഒരു സമൂഹത്തിലേക്ക് തിരിച്ചു വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക, നമ്മുടെ നബിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി അള്ളാഹു ഇത്രയും അത്ഭുതകരമായ, വളരെ എല്ലാവരുടെയും ശ്രദ്ധ ഒരേ തരത്തിൽ തിരിക്കുന്ന തരത്തിൽ, അതുകൊണ്ടാണ് ഞാൻ അബ്രഹത്തിൻ്റെ ചരിത്രം അത്രയും വിശദമായിട്ട് പറഞ്ഞത്, അത്രയും ബന്ധങ്ങൾ പറഞ്ഞത്. അപ്പോൾ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ അള്ളാഹു അവിടേക്ക് തിരിച്ചു. അള്ളാഹുവിൻ്റെ ഇടപെടൽ നടന്ന നാട്ടിൽ, ഇടപെടൽ നടന്ന ആളുകളുടെ ഇടയിൽ തന്നെ ആയിരിക്കും ഇനി അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ്, അവൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക എന്ന സന്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയായിരുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെയും ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും 50-55 ദിവസമുണ്ട്. പക്ഷേ ഏകദേശം 3-4 ക്ലാസ്സുകളായി. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഫളായില നമ്മുടെ നബീനെ നമ്മൾ കേട്ടത്. അല്ലാഹു അക്ബർ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്ര മഹത്വങ്ങളാണ് പറഞ്ഞത് നമ്മുടെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയെ നമുക്ക് നേതാവായി കിട്ടി എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം നമ്മൾ എന്താണ് ഈ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് അല്ലേ? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേതാവായി കിട്ടി. നമുക്ക് പറയാം എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ലോകത്തേക്ക് പൂജാതരായ പ്രവാചകന്മാരിൽ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നു ഞാൻ അവസാന നബി ആയിരുന്നെങ്കിലെന്ന്. അതിന് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരാഗ്രഹിച്ചിരുന്നു അവസാന നബിയുടെ ഉമ്മത്തിയെങ്കിലും ആയാൽ മതിയായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ഭാഗ്യം നൽകി, ആ ഒരു നിഅമത്ത് നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെടാൻ നമുക്ക് ഭാഗ്യം കിട്ടി. അതുകൊണ്ട് ഈ നബിയെ നമ്മൾ മറക്കരുത്, ഈ നബിയുടെ സുന്നത്തിനെ നമ്മൾ അകറ്റി നിർത്തരുത്. ഇത്രയും ശ്രേഷ്ഠതയുള്ള ഹബീബിനെ നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തോട് എന്നും ചേർത്ത് വെക്കണം, നമ്മുടെ ജീവിതത്തോട് എന്നും അടുപ്പിച്ചു വെക്കണം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള നബിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒന്നിനെയും നമ്മൾ അകറ്റി നിർത്തുകയും ചെയ്യരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ മുഹബ്ബത്ത്. അങ്ങനെ ഈ അബ്രഹത്തിൻ്റെ ആനപ്പുഴയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയെ ഒരു യാത്രയ്ക്ക് അയക്കുന്നത്, ഒരു കച്ചവട യാത്ര. ഒന്നെങ്കിൽ ഷാമിലേക്ക് അയച്ചു, അല്ലെങ്കിൽ മദീനത്തേക്ക് അയച്ചു. ഷാമിലേക്ക് അയച്ചെങ്കിൽ തന്നെ മദീന വഴിയാണ് ഷാമിലേക്ക് പോകേണ്ടത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയെ യാത്രയ്ക്ക് വേണ്ടി അയക്കുന്നു, കച്ചവട യാത്രയ്ക്ക് വേണ്ടി അയക്കുന്നു. അബ്ദുള്ള വീട്ടിൽ വന്ന് തൻ്റെ ഭാര്യ ആമിനയോട് യാത്ര പറഞ്ഞു പോവുക. അബ്ദുള്ളക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അബ്ദുള്ളക്ക് അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവും അല്ലേ? കാരണം എന്താ, ഭാര്യയാണ്, ആകെ 25 വയസ്സേ ഉള്ളൂ എന്ന് അബ്ദുള്ളക്ക്. ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ സമയത്ത് ഭാര്യയെ ഒറ്റയിട്ടാക്കിയിട്ട് വിദേശത്തേക്കൊക്കെ പോകേണ്ടി വന്ന ആളുകളോട് ചോദിച്ചാൽ മതി ആ വിഷമം മനസ്സിലാവാൻ വേണ്ടി. അബ്ദുള്ളയും വളരെ വിഷമത്തോടുകൂടി പ്രിയതമയായ സ്നേഹിതയായ തൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു പതുക്കെ ഇങ്ങനെ ഇറങ്ങുക. പക്ഷേ ആ സമയത്ത് അബ്ദുള്ള ഒരിക്കലും അറിഞ്ഞിരുന്നില്ല താൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല എന്നും. തൻ്റെ ഭാര്യ ആമിനയുടെ, തൻ്റെ പ്രിയപ്പെട്ടവളുടെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്കായി, ലോകത്തിൻ്റെ വെളിച്ചമായി, കാരുണ്യത്തിൻ്റെ തിരുദൂതരായി ഈ ലോകത്തേക്ക് ഭൂജാതനാകുന്നത് കാണാൻ ഞാൻ ഇനി ജീവിച്ചിരിപ്പുണ്ടാകുകയില്ല എന്ന സത്യം തിരിച്ചറിയാതെ നിറകണ്ണുകളുമായി ആ വീട്ടിൽ നിന്ന് അബ്ദുള്ള യാത്ര തിരിക്കുകയാണ്. ആമിന വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ പ്രിയതമനെ യാത്രയാക്കുകയാണ്. വയറ് കൂട്ടിപ്പിടിക്കുന്നുണ്ട് അവൾ ഗർഭിണിയാണ്. പക്ഷേ നമ്മൾക്ക് പിന്നീട് കാണാം, നമ്മൾ പറയും ആ ഗർഭത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. വളരെ എളുപ്പത്തിലാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ പ്രിയതമനെ യാത്രയാക്കുമ്പോൾ ആമിന അറിയുന്നില്ല തൻ്റെ ഈ വയറ്റിൽ വളരുന്ന കുട്ടി ജനിച്ചു വീഴുമ്പോൾ ഒരിക്കൽ പോലും തന്നെ യാത്രയാക്കിയിട്ട് പോകുന്ന ഈ ഉപ്പയെ ആ കുട്ടി കാണുകയില്ല എന്ന യാഥാർത്ഥ്യം ഈ ആമിനയും അറിയുന്നില്ല. അബ്ദുള്ള അങ്ങനെ യാത്ര തിരിച്ചു. ഒന്നുകിൽ ഷാമിലേക്ക് പോയി, മദീനത്ത് ഇറങ്ങിയിട്ടാണ് ഷാമിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മദീനത്തേക്ക് തന്നെ പോയി. ഏതായാലും മദീനത്തെത്തി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ രോഗം ബാധിച്ചു. കുറച്ച് നാൾ രോഗിയായിട്ട് കിടന്നു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അവിടെ തന്നെ അദ്ദേഹത്തെ അടക്കപ്പെടുകയും ചെയ്തു. മദീനയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം പണ്ട് മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മ മദീനക്കാരിയാണ്. അവിടെ അബ്ദുള്ള മരണപ്പെട്ടു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഉമ്മയുടെ വയറ്റിൽ തന്നെയാണ്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കാൻ വേണ്ടി പോകുന്നത് ഉപ്പയില്ലാത്ത ലോകത്തേക്കാണ്. അബ്ദുള്ള മരിക്കുന്ന സമയത്ത് തൻ്റെ മകന് അനന്തരമായി ബാക്കി വച്ചിരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഒരു 5 ഒട്ടകങ്ങളായിരുന്നു, പിന്നെ കുറച്ച് ആട്ടിൻകൂട്ടങ്ങൾ, പിന്നെ ഒരു അടിമ സ്ത്രീയായിരുന്ന അബിസീനിയക്കാരിയായിരുന്ന ബറക്ക എന്ന പേരുള്ള ഒരു സ്ത്രീ. ആരായിരുന്നു ആ സ്ത്രീ? അവരാണ് പിന്നീട് ചരിത്രത്തിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്നറിയപ്പെട്ടത്. ഉമ്മു ഐമൻ റളിയല്ലാഹു, അടുത്തൊരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ പറയാൻ വേണ്ടി പോവാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം പോലും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല, ജനനം വരെയുള്ള ചരിത്രം പോലും ആയിട്ടില്ല. ഈ ചരിത്രത്തിൻ്റെ അടുക്ക് തന്നെ എത്ര സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, എത്ര വനിതാരത്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എല്ലാവരും നമുക്ക് മാതൃകയാകുന്നവരാണ്. സമൂഹത്തിലെ ആണുങ്ങൾക്ക് പോലും മാതൃകയാകുന്ന സ്ത്രീകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാറാ ബീവിയെക്കുറിച്ച്, ആസിയ ബീവി, സാറാ ബീവിയെക്കുറിച്ച്, ഹാജറ ബീവിയെക്കുറിച്ച്, ഇപ്പോൾ ഉമ്മ ഐമനെക്കുറിച്ച്, ആമിന ബീവിയെക്കുറിച്ച്, ഇങ്ങനെ കുറേ ആളുകളെ നമ്മൾ എല്ലാവരും നമുക്ക് മാതൃകയാകുന്ന സ്ത്രീകളാണ്. പക്ഷേ ഇന്ന് നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് മുമ്പിൽ എങ്ങനെയാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരനായ മുസ്ലിമിന് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? സ്ത്രീകളുടെ വിഷയത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പൂട്ടിയിട്ടു, അടിമകളാക്കി, ഒരുപാട് ഭാര്യമാരെ വെക്കാമെന്നും ഇങ്ങനെയുള്ള മുഴുവൻ നെഗറ്റീവായ ചിന്തകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവിടുത്തെ അധ്യാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാൻ ശ്രമിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും അധികം ബഹുമാനിക്കപ്പെട്ടത് സ്ത്രീ, ഇത്രയും അധികം ബഹുമാനിക്കപ്പെട്ടത്, ആദരിക്കപ്പെട്ടത് വേറെ എവിടെയാണ്? എന്തെല്ലാം രീതിയിലാണ് സ്ത്രീയെ നമ്മൾ ഇത്രയും നേരമായിട്ട് ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബഹുമാനക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്നല്ല, മറിച്ച് ഓരോ ചരിത്രം പറയുമ്പോഴും സ്ത്രീകളോട്, ആ വനിതകളോട് നമുക്ക് സ്നേഹവും ആദരവും കൂടി വരികയാണ്. നമ്മുടെ റോൾ മോഡലായി മാറുകയാണ്, നമുക്കവർ മാതൃകകളായി മാറുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. നമ്മൾ ഇങ്ങനെയുള്ള പാവങ്ങളായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളുടെ നബി ഇങ്ങനെയുള്ള നബിയാണ്. സ്ത്രീകൾ ഒരിക്കലും ബഹുമാനക്കേട് കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ച നബിയല്ല, മറിച്ച് അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ എങ്ങനെ അവരെ പരിപാലിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബാണെന്ന് ഒച്ചത്തിൽ ഉച്ചയിസ്തരം പ്രഖ്യാപിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിന്ന സ്ത്രീയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്ന് നമുക്ക് പറയാം. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് 25 വയസ്സിന് ശേഷമാണ്. ഐഷ ബീവി റളിയല്ലാഹു അൻഹു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. ഫാത്തിമ ബീവിയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 50-നോടടുത്ത് പ്രായം വരുമ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ നബിതങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി മാറിയ, നബിതങ്ങളുടെ ജനനം കണ്ട, ഉപ്പയില്ലാത്ത ഭൂമിയിലേക്ക് പിറന്നു വീണ ആ യതീമായ ബാലനെ ആ അവസ്ഥയിൽ കണ്ട, 6-ാമത്തെ വയസ്സിൽ ഉമ്മയുടെ മരണം മനസ്സിനെ നോവിച്ച് ആ മരുഭൂമിയിൽ അന്തം വിട്ട് അങ്കലാപ്പിലായി നിസ്സഹായനായി കഴിയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന യതീമായ, ഉമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടിയെ അടുത്തറിഞ്ഞ, അതിനുശേഷം ഉപ്പാപ്പയുടെയും കൊച്ചാപ്പയുടെയും ഒക്കെ വീട്ടിൽ വളർന്നു വലുതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാലനെയും പിന്നീട് യുവാവിനെയും ഒക്കെ നേരിട്ടറിഞ്ഞ, ഏകദേശം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കുന്നത്. അപ്പോഴൊക്കെ ഉമ്മു ഐമൻ കൂടെ തന്നെ ഉണ്ട്, അടിമസ്ത്രീയായിരുന്നല്ലോ, മോചിപ്പിച്ചു ആ സമയത്ത്. അതിനുശേഷം അവർ ഉബൈദ് ഇബ്നു സയ്ദ് അൽ ഖസ്റജി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടു. ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഐമൻ. അവരിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉമ്മു ഐമൻ എന്നവർ അറിയപ്പെടുന്നത് റളിയല്ലാഹു അൻഹ. ഈ ഐമൻ ജനിച്ചെങ്കിലും ഉമ്മു ഐമൻ അപ്പോഴും പ്രിയം സ്വന്തം മകനേക്കാൾ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന്, ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് പലപ്പോഴും ചെറിയ കുട്ടിയായിരിക്കെ എൻ്റെ നബിയെ കെട്ടിപ്പിടിച്ചതും മാറോടണച്ചതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ചൂട് ഒന്നിച്ച് നൽകിയതും ആ നെറ്റിയിലേക്കും കവിളിലേക്കും ആഞ്ഞാഞ്ഞ് ചുംബനങ്ങൾ അർപ്പിച്ചതുമൊക്കെ ഈ സ്ത്രീയായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു. നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു സ്ത്രീയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. നമുക്ക് ഭയങ്കര കടപ്പാട്. കാരണം നമ്മുടെ ഹബീബിൻ്റെ വേദന ഒരു പരിധിവരെ, ആ വേദനയ്ക്ക് ആശ്വാസമായത് ആരോരുമില്ലാത്ത ഒറ്റപ്പെടലിൻ്റെ ആ ഒരു
ലോൺലെസ് ഫീലിങ്ങിന് ഒരു പരിധി വരെ ആശ്വാസമായത് ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് നമുക്കവരെ മറക്കാൻ പറ്റുമോ? നമ്മുടെ ഹബീബിന് സമാധാനം നൽകിയ സ്ത്രീയല്ലേ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ ബാ, നമുക്കൊന്ന് ഉമ്മു ഐമൻ്റെ അടുക്കലേക്ക് പോയിട്ട് വരാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു കുറച്ച് ലൈഫുള്ള ബലഹീനതയുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉമ്മ യാ ഉമ്മ എന്നവരെ വിളിക്കുമായിരുന്നു, എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ. അബൂബക്കർ പറഞ്ഞു, ഉമറേ നമുക്കൊന്ന് അവരെ പോയി കാണാം, സന്ദർശിക്കാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നു, അഥവാ ഇന്ന് ഉമ്മ ഐമൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അനുകരിക്കപ്പെടേണ്ട സുന്നത്തിലൊരു സുന്നത്ത് അവരെ പോയി ഇടക്കിടക്ക് സന്ദർശിക്കുക എന്നതായിരിക്കുമായിരുന്നു എന്നാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടാണ് അതിനെ മനസ്സിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു റെഡിയായി. രണ്ടുപേരും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി പോയി. അവിടെ എത്തി അവരോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് അവർ ഭയങ്കര കരച്ചിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കാരണം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഖൈറായ ഏറ്റവും ഉത്തമമായ കാര്യത്തിലേക്കല്ലേ പോയത്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കല്ലേ പോയത്. പിന്നെ നമ്മൾ എന്തിനാ ബേജാറാവേണ്ട ആവശ്യം? ആ സമയത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ഭയപ്പെട്ടുകൊണ്ട് അവിടത്തേക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചോ എന്നോർത്തുകൊണ്ടല്ല ഞാൻ കരയുന്നത്, അതോർത്തിട്ടല്ല എനിക്ക് ബേജാറ്. മറിച്ച് ഞാൻ ഓർത്തത് ജിബ്രീലിൻ്റെ ദുനിയാവിലേക്കുള്ള ഭൂമിയിലേക്കുള്ള വരൽ നിന്നുപോയല്ലോ, ഇനി വഹയുമായിട്ട് ഖുർആനുമായിട്ട് ജിബ്രീൽ ഇറങ്ങൂലല്ലോ എന്നാലോചിച്ചപ്പോൾ മദീനക്ക് ജിബ്രീലിനെ നഷ്ടമായല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോഴേക്ക് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞു പോയതാണ് എന്നവർ പറഞ്ഞു. ഇത് കേട്ടിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് കിട്ടിയില്ല. അവരും കരയാൻ തുടങ്ങി. പിന്നെ അവിടെ ഒരു കൂട്ടക്കരച്ചിലിൻ്റെ വേദിയായി ആ വീട് മാറി എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പിന്നീട് വരുന്ന ഒരു യുദ്ധത്തിൽ അവരുടെ മകൻ ഷഹീദായി. അവർ ക്ഷമിച്ചു നിന്നു. അതിനുശേഷം ആദ്യത്തെ ഭർത്താവുമായിട്ടുള്ള വിവാഹബന്ധം മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കളിൽ ഒരാളായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മു ഐമൻ വിവാഹം കഴിച്ചു. അവരുടെ ഇടയിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. ഉമ്മു ഐമൻ വളരെ പ്രായം കൂടിയ സ്ത്രീയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രായം കുറഞ്ഞ ഒരു യുവാവായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള വിവാഹങ്ങൾ അറബികൾക്കിടയിൽ സർവ്വസാധാരണമായി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മു ഐമൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. അവർ തമ്മിലുള്ള വിവാഹബന്ധത്തിലാണ് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കളിലായിരുന്ന ഹിബ്ബു റസൂലില്ലാ വബ്നു ഹിബ്ബി റസൂലില്ലാ എന്നൊക്കെ അറിയപ്പെടുന്ന ഉസാമ റളിയല്ലാഹു അൻഹു അവരിലൂടെയാണ് ജന്മം കൊള്ളുന്നത്. അപ്പോൾ ഇവരുടെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ഒരു പക്ഷേ ഭൂമിയിൽ തന്നെ ഏറ്റവും അധികം കൂടുതൽ സ്നേഹിച്ച ആളുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 3 പേര് ചേർന്ന കുടുംബമായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ കുടുംബം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയാന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം. നബി തങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടു നടന്ന സ്ത്രീ ഉമ്മു ഐമൻ. പിന്നെ കൂട്ടത്തിൽ സെയ്ദ് ഇബ്നു ഹാരിസ ഹിബ്ബു റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമൻ ഹബീബ് എന്നൊക്കെ അറിയപ്പെടുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു ഭർത്താവ്. മകനോ ഉസാമ ഇബ്നു സെയ്ദ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും മകൻ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വിശദമായി പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. ചുരുക്കി പറഞ്ഞാൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസമായി, അത്താണിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തെ, വേദന, പ്രയാസങ്ങളെ ഒരു പരിധി വരെ അവർ കുറച്ചു കൊടുത്തു. അതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും അവരെ നന്നായി ബഹുമാനിച്ചു. ഉമ്മു ഐമൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന് ഓർത്തിട്ടാണ് അവർ കരഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ജീവൻ നിലനിൽക്കുന്നത് അത് ബിൽ വഹി ബിൽ ഖുർആൻ കൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. ഖുർആൻ ഇല്ലെങ്കിൽ, വഹി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മരിച്ചതിന് തുല്യം. ഈ ഒരു വലിയ സന്ദേശം അവരുടെ ആ പറച്ചിലൂടെ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് ജീവിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ നാടിനെ നമുക്ക് ജീവിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ വീടിനെ നമ്മൾക്ക് ജീവിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയൊക്കെ വഹി ഇറങ്ങണം, ഖുർആൻ ഇറങ്ങണം.
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ ദിവസത്തിൽ, ഓരോ മണിക്കൂറിൽ, ഓരോ മിനിറ്റിൽ, നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, ഭാര്യ ഭർത്താക്കം എല്ലാ സ്ഥലത്തും ഈ ഖുർആൻ, ഈ വഹി ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഒരു വലിയ സന്ദേശം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അടുത്തൊരു സ്ത്രീയെ കൂടി നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുകയായിരുന്നു, അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഏകദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 5 മാസങ്ങൾക്ക് ശേഷം ഉമ്മു ഐമൻ, അല്ലെങ്കിൽ 6 മാസങ്ങൾക്ക് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ചെന്ന് ചേർന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വരെയുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ജനനവുമായി ബന്ധപ്പെട്ട ഇനി സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്, ചന്ദ്രൻ ഉദിക്കാൻ പോവുകയാണ്, ലോകത്ത് ആ മഹാത്ഭുതം നടക്കാൻ പോവുകയാണ്. ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ ഏതൊന്നിൻ്റെ പേരിലാണോ ആ ഒരു സംഭവം ആമിന ബീവിയുടെ വയറ്റിലൂടെ ഒരു പുതിയ കുഞ്ഞിന് ജന്മം നൽകപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെയൊക്കെ ഹബീബായ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ അവിടുത്തെ ജനനത്തെക്കുറിച്ചും ആ ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ആ ഗർഭധാരണ സമയത്ത് നടന്ന ചില വിശേഷപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ക്ലാസ്സുകളും നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവരും ആവേശത്തോടു കൂടി തന്നെ പങ്കെടുക്കണം, ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കണം. അതിനുശേഷം ക്ലാസ്സുകൾ കേട്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ തരുന്ന പരീക്ഷ എന്ന് പറയുമ്പം നമുക്ക് ബേജാറൊന്നും ആവണ്ട. നമ്മൾ തരുന്ന ആ ഒരു ടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് സ്വന്തം അറിവുകൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനും എൻ്റെ ജീവിതത്തിൽ പകർത്തണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമ്മുടെ ഹുബ്ബ് പൂർണ്ണമാകൂ, അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമ്മുടെ ഹുബ്ബ് ഇത്തിബായി മാറൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും മുഴുവൻ കുടുംബാദികളെയും ലോക മുസ്ലിമുകളെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് അവിടുത്തെ ജീവിതത്തെ പൂർണ്ണമായി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.